ഒന്നേ പറയാനുള്ളത്, നിങ്ങൾ ജസ്റ്റിനെ വെച്ചിട്ട് മമ്മൂട്ടീനെ കമ്പയർ ചെയ്യാൻ നിൽക്കുന്നു. നിങ്ങൾ നമ്മുടെ ചാനലിലെ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളൊരു മമ്മൂട്ടിയുടെ ആരാധകനാണെങ്കിൽ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യൂ. എടാ, മമ്മൂട്ടീനെയൊക്കെ നെസ്ലിനായിട്ടൊക്കെ പിടിച്ച് കമ്പയർ ചെയ്യുന്നതാ. നെസ്ലിന് 100 കോടി ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് മമ്മൂട്ടിയെ കമ്പയർ ചെയ്യുന്നു. എടാ, ഈ കേരളത്തിലെ യൂത്തന്മാരോട്ടൊന്ന് 90 വയസ്സുള്ള അപ്പൂപ്പന്മാർ വരെ അറിയുന്ന ഒരു ആക്ടറാണ് മമ്മൂട്ടി. അതിനെ പിടിച്ചിട്ട് ഈ യൂത്തന്മാർ മാത്രം അറിയുന്ന നെസ്ലിനുമായിട്ട് കമ്പയർ ചെയ്യുന്നതിൽ എന്ത് ലോജിക്കാണുള്ളത്? പുള്ളി ഈ 75ാമത്തെ വയസ്സിൽ ടെർബോയ്ക്കകത്ത് ചെയ്ത് വെച്ചിരിക്കുന്ന ഫൈറ്റ് സീൻ കണ്ടോ? അങ്ങനെ ഒരു ഫൈറ്റ് സീൻ ഇതുവരെ നെസ്ലിൻ്റെ കരിയറിൽ ഏതെങ്കിലും ഒരു ഫിലിമിനകത്ത് ഒരു സോളോ ഫൈറ്റ് സീൻ കണ്ടിട്ടുണ്ടോ? ഒരു മാസ് രംഗം കണ്ടിട്ടുണ്ടോ? അവൻ ഈ കോമഡിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതല്ലേ ഉള്ളൂ. അവനെയൊക്കെ പിടിച്ചിട്ട് ഈ മമ്മൂട്ടിയായിട്ടൊക്കെ കമ്പയർ ചെയ്യണത് എന്തിനാണ്? മമ്മൂട്ടീനെ കമ്പയർ ചെയ്യാൻ പറ്റിയ ഒരു ആക്ടർ കേരള ഇൻഡസ്ട്രിയിൽ മോഹൻലാൽ മാത്രമേ ഉള്ളൂ. അതിൻ്റെ മുകളിൽ ഒരുത്തനും ആരെയും കൊണ്ടും വരേണ്ട ഒരു ആവശ്യമില്ല. കുഞ്ചാക്കോ ബോബൻ്റെയൊക്കെ ആദ്യത്തെ പടം ഇൻഡസ്ട്രിയിട്ടാണ്. അതായത് അന്ന് ഇറങ്ങിയ അനിയത്തിപ്രാവ് ഏറ്റവും കൂടുതൽ കളക്ഷൻ അടിച്ച മൂവിയാണ് മലയാളം സിനിമയെ കണ്ടത് വെച്ച്. അപ്പോൾ ആ കളക്ഷൻ റെക്കോർഡ് വെച്ചിട്ട് അവനപ്പം മമ്മൂട്ടിയെക്കാട്ടിലും മോഹൻലാലിനെക്കാട്ടിലൊക്കെ മുകളിലായിരുന്നു കളക്ഷൻ വെച്ചിട്ട്. അല്ല, ഈ എമ്പുരാനൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് സൗബിൻ്റെ വന്നുമേ ബോയ്സ് ആയിരുന്നു കേട്ടോ ടോപ്പ് കളക്ഷൻ ആയിട്ടുന്നത്. അപ്പോൾ സൗബിൻ, മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ്, പൃഥ്വിരാജിൻ്റെയൊക്കെ കാട്ടിലും മണ്ടൊക്കെയായിരുന്നു. കളക്ഷനിലൊന്നും അല്ലടാ കാര്യം, ഇവിടെ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, ലെഗസി. എടാ, ഇന്നത്തെ 100 രൂപ 150 രൂപ ടിക്കറ്റ് റേറ്റിന് 100 കോടി കയറ്റുന്ന നടന്മാരെ ഭയങ്കരമായിട്ട് നമ്മൾ സമ്മതിക്കണം. പക്ഷേ നാളെ ഈ ടിക്കറ്റ് റേറ്റ് ചിലപ്പോൾ 500 രൂപ 1000 ഒക്കെ ആവും. അപ്പോൾ ഈ പറയുന്ന ജസ്റ്റിനൊക്കെ അന്നത്തെ പടത്തിനൊക്കെ അവൻ 1000 കോടി 500 കോടിയൊക്കെ കിട്ടും. അപ്പോൾ അവൻ 1000 കോടിയുണ്ട് 500 കോടിയുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മോഹൻലാലിൻ്റെ പടങ്ങൾ വെച്ചിട്ട് അവനെ നിങ്ങൾ ഗ്രേറ്റ് ആക്കാൻ നോക്കുമോ? മോഹൻലാലിനെ കണ്ട് ബെസ്റ്റായിട്ട് നിങ്ങൾ അംഗീകരിക്കുമോ? അതാണ് പറയണത്. അപ്പോൾ ഈ മമ്മൂട്ടി എന്ന് പറയുന്ന ആക്ടർ ആയ കാലത്ത് ഉണ്ടാക്കി വെച്ചത് 5 രൂപ 10 രൂപ ടിക്കറ്റ് റേറ്റിന് ഹിറ്റ്ലറും കിങ്ങും ഒക്കെ 10 കോടിക്ക് മുകളിൽ കളക്ഷൻ കയറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വാല്യൂ നോക്കുമ്പോഴത്തേക്കും 100 കോടിക്ക് മേളിൽ വരും. അപ്പോൾ അതിനെ വെച്ചിട്ട് ഈ ബോക്സ് ഓഫീസ് റെക്കോർഡ് ഇന്നത്തെ വെച്ചിട്ടൊന്നും ഈ പുള്ളിയെ പിടിച്ച് കമ്പയർ ചെയ്യാൻ നിൽക്കില്ല. അത് മഹാപൊട്ടത്തരമാണ്. ഒന്നേ പറയാനുള്ളത്, നിങ്ങൾ ജസ്റ്റിനെ വെച്ചിട്ട് മമ്മൂട്ടീനെ കമ്പയർ ചെയ്യാൻ നിൽക്കില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.